ഹലോ ഫ്രണ്ട്സ്, ഹായ്. കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള എൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു എൽ കാർണിറ്റൈൻ ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം കുക്കിംഗ് ആണ്. അത്യാവശ്യം ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗ്രീൻ ടീ കുടിക്കാതെ മുന്നോട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് പ്രോട്ടീനായിട്ട് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഞാൻ എടുക്കുന്നത്. ശേഷം റെഡിയായിട്ട് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 18 മുതൽ 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും എൻ്റെ ജോലി സ്ഥലത്തേക്ക്. 2 ബ്രാഞ്ചിലാണ് ഞാനിപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് 2 ബ്രാഞ്ചിലും പോകേണ്ടി വരും. പണ്ട് മുതലേ പെട്രോൾ അടിക്കുന്ന കാര്യത്തിൽ എനിക്ക് മടിയായതുകൊണ്ട് വണ്ടി ഇന്നും വഴിയിലായി. പിന്നെ ഉന്തിത്തള്ളി പെട്രോൾ അടിച്ചു. 8:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ഞാനൊരു 9:30 ആയിട്ടാണ് എൻ്റെ ജോലി സ്ഥലത്തെത്തിയത്. ഞാൻ ലേറ്റായതിൻ്റെ കലിപ്പിലാണ് അഡ്മിൻ. പെട്ടെന്ന് തന്നെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ സെഷനിലേക്ക് പോവുകയാണ്. SMP ആണ്. SMP എന്ന് വെച്ചാൽ സ്കൂൾ മോഡൽ പ്രോഗ്രാമാണ് ഫസ്റ്റ്. അപ്പോൾ പ്രെയറും എക്സസൈസോടു കൂടിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടിസം, ADHD, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ നീഡ് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്കാണ് ഞങ്ങളിവിടെ ക്ലാസ് കൊടുക്കുന്നത്. സ്കൂൾ മോഡൽ പ്രോഗ്രാമിന് പുറമെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെഷനുകളും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത കുട്ടികൾ, അവർക്കാവശ്യമായ സ്കില്ലുകൾ വികസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളുടെ സിവിയറിറ്റി സ്കെയിൽ ഡൗൺ ചെയ്യുകയുമാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും മറ്റ് തെറാപ്പിസ്റ്റുകളും ചെയ്യുന്നത്. സ്പെഷ്യൽ കുട്ടികൾക്ക് ഇൻക്ലൂസീവ് സ്കൂളിലേക്ക് പോകുന്നത് പ്രാപ്തമാക്കുക എന്നതാണ് SMB അഥവാ സ്കൂൾ മോഡൽ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ എന്നീ 3 ഡൊമൈനുകൾ കുട്ടികൾ നേടിയെടുക്കുന്നതിന് ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടിയും ഞങ്ങൾക്ക് സ്വന്തം മക്കളെ പോലെയാണ്. ഒരിക്കലും ഇത്തരം കുട്ടികൾ സമൂഹത്തിൽ ഒറ്റപ്പെടാതിരിക്കുക എന്ന ഒരു ചിന്തയിലാണ് ഞങ്ങളുടെ സേവനങ്ങൾ മുഴുവനും. വൈകുന്നേരം 5 മണിയായപ്പോൾ മറ്റ് തെറാപ്പിസ്റ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 6:30 വരെയായിരുന്നു എൻ്റെ ഡ്യൂട്ടി ടൈം. 6:30 ആയപ്പോഴേക്കും ഞാനും അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയ ഉടനെ അത്താഴം തയ്യാറാക്കി ഒരു എനർജി ഡ്രിങ്കും കുടിച്ച് വർക്കൗട്ടിനായി ജിമ്മിലേക്ക് പോയി. ഏകദേശം 3 വർഷത്തിന് ശേഷമാണ് ഞാൻ വർക്കൗട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. വർക്കൗട്ട് കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി ഡിന്നറും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.